നമസ്കാരം, വെൽക്കം ടു നത്തിങ് ലെഫ്റ്റ്. എന്താണ് ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാനിൽ നിന്ന് വേണ്ടത്? പല തിയറികളും പ്രചരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ ഈഗോയ്ക്ക് തിരിച്ചടിയേറ്റു. അതിന് പ്രതികാരമാണ്. അതല്ല, റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തുന്നതാണ്. അങ്ങനെ പല തിയറികളും നിലവിലുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഒക്കെ വലിയ ഒരു കാര്യം, അതാണ് പാകിസ്ഥാനിൽ ട്രംപിൻ്റെ ഇൻട്രസ്റ്റ്. അതറിഞ്ഞാൽ ഈ ലോക രാജ്യങ്ങളുടെ ക്രമം എങ്ങനെ വരും കാലത്ത് മാറും എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 25 വർഷങ്ങളായി ലോകത്ത് രൂപമെടുത്ത രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെ ഒരു ക്രമം പാടെ മാറാൻ പോവുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധമെടുത്താൽ 25 വർഷങ്ങൾക്ക് മുമ്പ് അതത്ര ഊഷ്മളമായിരുന്നില്ല. പാകിസ്ഥാനുമായിരുന്നു അമേരിക്കയ്ക്ക് കൂടുതൽ അടുപ്പം. പക്ഷെ ചൈനയുടെ വളർച്ച ഇതിനെ ആകെ തകിടം മറിച്ചു. ചൈനയ്ക്കെതിരെ നിർത്താൻ ഏഷ്യയിൽ അമേരിക്കയ്ക്ക് ഒരു കൂട്ടാളി വേണമായിരുന്നു. അതേ തുടർന്ന് വിവിധ അമേരിക്കൻ പ്രസിഡന്റുമാർ കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയുമായി ഓരോ വർഷവും തങ്ങളുടെ സഹകരണം കൂടുതൽ വളർത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരാളം സൈനിക ഉടമ്പടികളും നീക്കുപോക്കുകളും മറ്റുമുണ്ടായി. ഇന്ത്യ ആകട്ടെ അതിനു മുൻപ് ചേരിചേരാ നയം പേപ്പറിലുണ്ടായിരുന്നുവെങ്കിലും മിക്കപ്പോഴും സോവിയറ്റ് ചേരിയിലായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറി അമേരിക്കയുമായി ഏതാണ്ടൊരു തുല്യ സഹകരണവും വാണിജ്യ പങ്കാളിത്തവും ഒക്കെ ഇന്ത്യ ആരംഭിച്ചു. ഇതിലൊക്കെ വലിയൊരു കുതിച്ചാട്ടം നടന്നത് കഴിഞ്ഞ തവണത്തെ ട്രംപ് ഭരണകാലത്താണ്. അന്ന് ട്രംപും മോദിയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ. ഹൗഡി മോഡിയും നമസ്തേ ട്രംപും ഒക്കെ ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെ സൂചനയായി. അങ്ങനെ ഒന്നാം ട്രംപ് ഭരണം അവസാനിച്ച് രണ്ടാമത്തെ ട്രംപ് സർക്കാർ വരുന്നതോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം വളരെ വലിയ ഉയരങ്ങളിലേക്ക് കുതിച്ചു ചാടും എന്ന് സർവരും കരുതി. അതിനുവേണ്ടി ഇന്ത്യൻ റൈറ്റ് വിങ്ങുകൾ, നാഷണലിസ്റ്റുകൾ, അമേരിക്കൻ ഹിന്ദുക്കൾ ഒക്കെ രംഗത്തിറങ്ങി ട്രംപിന് വേണ്ടി പ്രചരണം നടത്തി. പക്ഷേ ഉണ്ടായത് അതിനു നേരെ വിപരീതമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മോശമായി. ഇന്ദിരാഗാന്ധിയും നിക്സണും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഇത്ര സങ്കീർണമായൊരവസ്ഥയിലൂടെ ഇന്ത്യ അമേരിക്ക ബന്ധം കടന്നു പോകുന്നത് ഇതാദ്യമായിട്ടാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തിനാണ് പെട്ടെന്ന് പാകിസ്ഥാനോട് ഈ ഒരു സ്നേഹം അമേരിക്കയ്ക്കുണ്ടായത്? നേരെ തിരിച്ചിട്ട് പാകിസ്ഥാനും അമേരിക്കയുടെ ചേരിയിലായിരുന്നില്ല. അവരുടെ 80% ആയുധങ്ങളും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു. അമേരിക്കയും പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സഹകരണവും മാറ്റിവെച്ച് എന്തിനാണ് പാകിസ്ഥാനും അമേരിക്കയും പരസ്പരം ഇങ്ങനൊരു സഹകരണത്തിലേക്ക് പോകുന്നത്? അതിനർത്ഥം രണ്ട് കൂട്ടർക്കും, അതായത് പാകിസ്ഥാനും അമേരിക്കയ്ക്കും പരസ്പരം സഹകരിക്കാൻ, പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാൻ കാരണമായിട്ടുള്ള ഒരു പ്രധാന ഘടകം ഉണ്ട് എന്നാണ്. അമേരിക്ക നേരിടുന്ന പല വെല്ലുവിളികളുണ്ട്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കയുടെയും ലോകത്തിൻ്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ വിവിധ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വിഭവങ്ങൾക്കിടയിൽ ഒന്നുണ്ട് ധാതുക്കൾ. അതിൽ ചൈനയുടെ പങ്ക് എന്താണ് എന്ന് നോക്കാം. ആഗോളതലത്തിൽ തന്നെ ധാതുക്കളും ഖനനവും ഒക്കെ ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ആഗോള ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 69% അവർ വിതരണം ചെയ്യുന്നു. ഇതിൽ തന്നെ സംസ്കരണ ശേഷിയുടെ ഏകദേശം 99% അവരുടെ കയ്യിലാണ്. അമേരിക്കയുടെ മൊത്തം ഇറക്കുമതിയുടെ 80% ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റേതെങ്കിലും രാജ്യത്ത് ഖനനം നടന്നാൽ പോലും സംസ്കരണം പൂർണ്ണമായും ചൈനീസ് ശുദ്ധീകരണശാലകളിലൂടെയാണ് ഒഴുകുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് എല്ലാ ലോകരാജ്യങ്ങളെയും ബുള്ളി ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കരാറുകൾ നേടിയെടുക്കാൻ ട്രംപ് ശ്രമിച്ച് വിജയിച്ചപ്പോൾ ചൈനയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയത്. കാരണം ചൈനയുമായി ഇങ്ങനൊരു ഏറ്റുമുട്ടലിന് മുതിർന്നാൽ അമേരിക്കയുടെ ഇലക്ട്രിക് കാർ വിപണി മുതൽ കമ്പ്യൂട്ടർ ചിപ്പ് വരെ സർവ്വതും നാശകോശമാകും. അതുകൊണ്ട് തന്നെ ചൈനയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ട്രംപ് തയ്യാറല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യം, ഇതിനെന്ത് പ്രതിവിധിയാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ എന്നാണ്. ഉണ്ട്, അവരുടെ കയ്യിൽ ഒരു പ്രതിവിധിയുണ്ട്. അതാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ ഖനികളിൽ കണ്ടെടുത്തത് വളരെ വലിയ ധാതു സമ്പത്താണ്. ലിഥിയം മുതൽ കോപ്പർ വരെ ഇന്ന്
ലോകരാജ്യങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ധാരാളം ധാതുക്കൾ ഈ ബലൂചിസ്ഥാനിലെ ഖനികളിലുണ്ട്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം അടുത്ത 37 വർഷം $74 ബില്യൺ ഉത്പാദനം ഈ ഖനികളിൽ നിന്ന് പാകിസ്ഥാന് നടത്താൻ സാധിക്കും എന്നാണ്. ഇത് ഒരു വർഷം അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള തുക പാകിസ്ഥാൻ്റെ GDPയുടെ ഏതാണ്ട് 0.5% വരും. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ നിന്ന് കിട്ടുന്ന ഉത്പാദനം, ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങൾ, കയറ്റുമതി, ഇങ്ങനെ സർവ്വതും ചേർത്ത് പാകിസ്ഥാൻ്റെ GDPയുടെ 1% കൂട്ടിച്ചേർക്കാൻ ആ ഒരൊറ്റ ഖനിക്ക്, ബലൂചിസ്ഥാനിലെ ഒരൊറ്റ ഖനിക്ക് സാധിക്കും. അതായത് പാകിസ്ഥാൻ്റെ കൂടെ നിന്നാൽ, പാകിസ്ഥാനെ സഹായിച്ചാൽ അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് നിലവിൽ ചൈനയ്ക്ക് ആധിപത്യമുള്ള മേഖലയിൽ കടന്നു കയറാനും പകരം ചൈനയെ ആശ്രയിക്കാതെ ഈ പല ധാതുക്കളും നേരിട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും എന്നതുമാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രശ്നം ഈ 1% GDP വർധനവും മാത്രമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്നത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ്. പൊതുവെ പാകിസ്ഥാനും പല ലോകരാജ്യങ്ങളും ഒക്കെ കരുതിയിരുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ കുറഞ്ഞ വർഷം പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തെങ്കിലും ഈ ചൈനീസ് ആയുധങ്ങൾ പാകിസ്ഥാന് നൽകും എന്നാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ ഇതെല്ലാം തെറ്റാണ് എന്ന് തെളിയിച്ചു. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ചൈനയുടെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ തകർത്തു. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പ്രിസൈസായി വിചാരിച്ച സ്ഥലങ്ങളിൽ ബോംബിട്ട് തകർത്ത് അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളും വെളിയിൽ വിട്ടു ഇന്ത്യ. ഇത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ 80% വരുന്ന അവരുടെ ആയുധങ്ങളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇന്ത്യയെ നേരിടാം എന്ന് കരുതുന്നത് ഒരു മണ്ടത്തരമാണ് എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അതായത് ഒരു പുതിയ പാകിസ്ഥാൻ അമേരിക്ക ബന്ധം വളർന്നു വരുന്നു എന്നർത്ഥം. പാകിസ്ഥാന് വേണ്ടത് അമേരിക്കൻ ആയുധങ്ങളും അമേരിക്കൻ സഹായവുമാണെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിവിൽ ഭരണകൂടത്തിനും പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ പാർലമെന്റിനോ ഒക്കെ അവിടെ പുല്ലുവിലയാണ്. പാകിസ്ഥാൻ്റെ ഭരണം യഥാർത്ഥത്തിൽ കൈയാളുന്നത് അവിടുത്തെ സൈന്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക ആസിഫ് മുനീറുമായി പെട്ടെന്ന് ഇങ്ങനൊരു കണക്ഷൻ മുന്നിട്ടിറങ്ങിയത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാദ്യമായല്ല പാകിസ്ഥാൻ്റെ സൈനിക മേധാവികളുമായി അമേരിക്ക ഇങ്ങനൊരു നീക്കുപോക്കിന് തയ്യാറാകുന്നത് എന്നാണ്. ഇതിനു മുൻപും പല പാകിസ്ഥാൻ ജനറൽമാരുമായും മുഷറഫ് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലൊക്കെ വൈറ്റ് ഹൗസിലേക്ക് നേരിട്ട് എൻട്രി കിട്ടാൻ, നേരിട്ട് വൈറ്റ് ഹൗസിലേക്ക് ഒരു ഡയറക്റ്റ് ഫോൺ കോൾ നടത്താൻ മാത്രമുള്ള അടുപ്പം അന്നും പാകിസ്ഥാൻ ഭരിച്ചിരുന്ന പട്ടാള തലവന്മാർക്കുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരൊറ്റ നീക്കം 3 രീതിയിലാണ് ചൈനയ്ക്ക് മേൽ വെല്ലുവിളി ഉയർത്തുന്നത്. ബലൂച്ചിലെ US പ്രവേശനം ചെമ്പിൻ്റെ വിതരണത്തിൽ പൂർണ്ണമായും US ഇന്ന് ആശ്രയിക്കുന്ന ചൈനയുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം കുറയ്ക്കുകയെങ്കിലും ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഇനിയും അമേരിക്കയുമായി ബലൂചിസ്ഥാനിൽ ചൈനയ്ക്ക് മത്സരിക്കേണ്ടി വരും. മാത്രവുമല്ല, ഇസ്ലാമാബാദിൽ ബീജിങ്ങിന് നിലവിലുള്ള പ്രത്യേക ലെവറേജ് നേർപ്പിക്കുന്ന തരത്തിൽ പാകിസ്ഥാന് വിവിധ രാജ്യങ്ങളുടെ മേൽ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാകുന്നു. ട്രംപ് പാകിസ്ഥാന് മേൽ കാണിക്കുന്ന അടുപ്പവും ഇന്ത്യക്ക് മേൽ ചുമത്തുന്ന തീരുവയും ഒക്കെ വെറും ഒരു ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ട്രംപ് എന്ന ബിസിനസ്മാൻ മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാർ ചിന്തിച്ചതിൽ നിന്ന് മാറി ചിന്തിക്കുന്നതാണ് നാം കാണുന്നത്. പക്ഷേ ഇതൊക്കെ അത്ര എളുപ്പമാണോ? അല്ല എന്നതാണ് സത്യം. ബലൂചിസ്ഥാനിൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ്. അവിടെ പാകിസ്ഥാൻ ആർമിക്കോ ചൈനീസ് സ്വകാര്യ സെക്യൂരിറ്റി കമ്പനികൾക്കോ ഒക്കെ കുറേ കാലമായി തലവേദന സൃഷ്ടിക്കുന്ന ഒന്നുണ്ട്, BLA, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അമേരിക്കയെ കാത്തിരിക്കുന്നതും അവരാണ്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ മാറി പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയ്ക്ക് തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി ഒരു ട്രേഡ് ഡീലിന് അമേരിക്ക തയ്യാറായത്. ഈ ട്രേഡ് ഡീലിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവർ തമ്മിലുണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ നിലവിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാവും. US പാകിസ്ഥാൻ വ്യാപാര ഉടമ്പടി കേന്ദ്രീകരിക്കുന്നത് കയറ്റുമതിക്കുള്ള താരിഫ് ഇളവുകൾ, എണ്ണ പരിവേക്ഷണം വികസിപ്പിക്കാൻ സഹായം, നിർണായകമായ ധാതുക്കളും ചെമ്പ് ഖനനവും മറ്റുമുള്ള കാര്യങ്ങൾക്കുള്ള ധനസഹായം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ, ക്ലീൻ എനർജി,
IT ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്നിവയിലൊക്കെയാണ്. അതായത് ഇന്ത്യ നിലവിൽ ലീഡ് ചെയ്യുന്ന IT പോലുള്ള പല മേഖലകളിലും പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നമുക്കിവിടെ കാണാം. പക്ഷേ വിശദമായി ഈ ലിസ്റ്റിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല നമുക്ക് വ്യക്തമാകുക. ഇവിടെ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ മാത്രമല്ല, ട്രംപിൻ്റെ സ്വകാര്യ ഇൻട്രസ്റ്റിന് കൂടി ഇതിൽ ഒരു ഭാഗമുണ്ട്. 2024-25 കാലഘട്ടത്തിൽ US-ഉം പാകിസ്ഥാനും ഒരു ക്രിപ്റ്റോ കറൻസി കരാറിൽ ഒപ്പുവെച്ചു. ഇസ്ലാമാബാദ് ഡൊണാൾഡ് ട്രംപിൻ്റെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിനെയാണ് ഇതിൻ്റെ നടത്തിപ്പേൽപ്പിച്ചത്. ട്രംപ് കുടുംബത്തിന് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൻ്റെ 60% ഓഹരികളാണ് സ്വന്തമായിട്ടുള്ളത്. മൊത്തം ടോക്കൺ വിൽപ്പന വരുമാനത്തിൻ്റെ 75% അതിന് അവകാശപ്പെട്ടതാണ്. ഏകദേശം 22.5 ബില്യൺ ടോക്കണുകൾ ഈ ലിബർട്ടി ഫിനാൻഷ്യലിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ ഡീലിലുള്ള, അതായത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ഡീലിൽ, വ്യാപാര ഉടമ്പടിയിലുള്ള IT, ക്ലീൻ എനർജി, ഇവയൊക്കെ ട്രംപിൻ്റെ ഈ ഒരു നിക്ഷേപത്തിന് കൂടി ഗുണകരമാണ്. അതായത് ട്രംപിൻ്റെ ഉദ്ദേശം വെറും ട്രേഡ് ഡീൽ മാത്രമല്ല, ബിസിനസ് കൂടിയാണ്. ചുരുക്കത്തിൽ ഇത് ഇന്ന് നമുക്കറിയാവുന്ന ലോകരാജ്യങ്ങളുടെ ക്രമം തന്നെ മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരേ സമയം ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് കൂടുതൽ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകും എന്നതിൻ്റെ സൂചന തന്നെ നൽകി. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിലേക്ക് നിരോധിച്ചിരുന്ന പല കയറ്റുമതിയും, ഇന്ത്യക്ക് ആവശ്യമുള്ള പല അസംസ്കൃത വസ്തുക്കളും ചൈന നിലവിൽ കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിലെ ഇളവുകൾ ചൈന കൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന പ്രശ്നങ്ങൾ അതിർത്തി പ്രശ്നങ്ങളാണെന്നും നിലവിൽ തർക്കങ്ങളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്താനും താമസിയാതെ കൂടുതൽ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇന്ത്യയും ചൈനയും തയ്യാറാകും എന്നാണ് മുന്നോട്ട് കാണുന്ന സൂചന. അതിനോടൊപ്പം റഷ്യയ്ക്കും കൂടി താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും അവർ റഷ്യയോട് കൂടുതൽ അടുക്കുകയും പരസ്പരം ഇന്ത്യ, റഷ്യ, ചൈന പരസ്പര സഹകരണം ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ 3 രാജ്യങ്ങൾക്കും നിലവിൽ അമേരിക്കയെ എതിർക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അമേരിക്ക കാത്തിരിക്കുന്നതും വളരെ എളുപ്പമുള്ള ഒരു നീക്കമല്ല. ബലൂചിസ്ഥാനിൽ അമേരിക്കയും പാടെ തോറ്റുപോയേക്കാം. അതിനുശേഷം വീണ്ടും ഒരു പോളിസി കറക്ഷന് ട്രംപ് തയ്യാറായേക്കാം, അല്ലെങ്കിൽ ഇനി വരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ തയ്യാറായേക്കാം. പക്ഷേ ഇതൊക്കെ ഇന്ത്യ ഇനി മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരകമാക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇന്ത്യ അമേരിക്കയെ വിശ്വസിച്ചു എന്ന് വരില്ല. വളരെ കാലത്തെ വിടവുകളൊക്കെ അടച്ച് കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയും അമേരിക്കയും കൂടുതൽ അടുത്തത് ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്ത് കളഞ്ഞു ഡൊണാൾഡ് ട്രംപ്. മൈ ഫ്രണ്ട് എന്ന് വിളിച്ച മോദിയെ കൊണ്ട് തന്നെ മാറ്റി വിളിപ്പിക്കാൻ ട്രംപിന് സാധിച്ചു എന്ന്